നമസ്തേ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആസ്ട്രേലിയയിൽ ബിസിനസ് ആവശ്യമായിട്ടുള്ള വിസിറ്റ് നടത്തുമ്പോൾ പ്രധാനമന്ത്രി താമസിക്കുന്ന അതീവ സുരക്ഷാ വലയമുള്ള ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ ഒരു വിദേശിയെ അവിടുത്തെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം, തുടക്കത്തിൽ ഇയാൾ ഹോട്ടലിൽ അതിക്രമിച്ച് കയറി. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജർക്ക് കൊടുക്കുന്ന ഒരു സ്വീകരണ യോഗത്തിലും ഇതേ വ്യക്തി അതിക്രമിച്ചു കയറി നരേന്ദ്രമോദിയെ വധിക്കാനും ആക്രോശിക്കാനും ആക്രമിക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ലോകത്തുള്ള അതായത് ലോകത്തിന് തന്നെ നാശമായിട്ട് ജീവിക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തെ ജനങ്ങളും അതുപോലെ നിലവിലുള്ള നല്ല രാജ്യത്തും കുറച്ച് ജനങ്ങൾ അത്തരത്തിലുണ്ട്. അവർക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, അതുമാത്രമേ ശരിയുള്ളൂ, അതുമാത്രമാണ് ദൈവം, അതുമാത്രമാണ് എല്ലാം, വേറെ ഒന്നും പാടില്ല എന്ന ചിന്താഗതിയോടുകൂടി നടക്കുന്ന വളരെ അപകടകാരികളായ ഇത്തരം ആൾക്കാർ ആസ്ട്രേലിയയിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിജി അവിടെ ഒഫീഷ്യലായിട്ട് ഓരോ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോഴും വരുമ്പോഴും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും സുരക്ഷ കൊണ്ട് നിറഞ്ഞ ഒരു ഹോട്ടലിൽ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ചില്ലറ കാര്യമല്ല. അത് ഒരു പ്രാവശ്യം പിടിച്ച് പുറത്താക്കി, പിന്നീട് വീണ്ടും വേറൊരു യോഗത്തിൽ അവിടെയും അതിക്രമിച്ച് കയറുന്നു. അപ്പോൾ എന്നിട്ട് പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്തായാലും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഈ വ്യക്തിയുടെ കൂടുതൽ വിവരങ്ങൾ ആസ്ട്രേലിയൻ സർക്കാരിനോട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരിട്ട് തന്നെ അത് അന്വേഷിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഈ സമയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവം കൂടിയുണ്ട്. ഒരു ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ മലപ്പുറത്തുകാരനായ ഒരു വ്യക്തി പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ആഹ്വാനമായിട്ട് ഇറങ്ങിയ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ഇവന്മാർക്ക് ഒന്നേ അറിയുള്ളൂ, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പോയി ഇരുന്ന് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ വധിക്കുക, പീഡിപ്പിക്കുക, വധിക്കുക, പൊട്ടിത്തെറിക്കുക. അല്ലാതെ ഇവർക്ക് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. സംഘി, RSS, ഷൂനക്കി, ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് പിന്നീട് പറയുന്ന ഇവരുടെ ഭാഷകൾ. സത്യത്തിൽ ഇവർക്ക് മുണ്ട് പൊക്കി നോക്കിയിട്ട്, ജെട്ടി ഊരി നോക്കിയിട്ട് വെടിവെച്ചു കൊല്ലാനല്ലാതെ ശരിയായ രീതിയിൽ വന്ന് നേർക്ക് നേർന്ന് നിൽക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയില്ല. ഇത്തരത്തിൽ ഒളിയമ്പുകൾ ചെയ്ത് എന്തിനാണ് ഈ വിവരമുള്ളവരെ നിങ്ങൾ ഈ മതം മാറ്റാനും ഈ മതം പ്രചരിപ്പിക്കാനുമായിട്ട് നിങ്ങൾ സ്വയം മതം പതിച്ചു പോകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമന്ത്രി 10-12 കൊല്ലമായിട്ട് ഭാരതം നേതൃത്വം കൊടുത്തപ്പോൾ ഇന്ന് ഭാരതം ലോക രാജ്യങ്ങളുടെ മുന്നിൽ വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് ലോക ശക്തികളിൽ ഒന്നാമതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാരതം. അതിൻ്റെ കാരണം വേറെ ആരുമല്ല, മോദിജി തന്നെയാണ്. ആ ഒരു ടീമിൻ്റെ ഒന്നിച്ചുള്ള
ആ പ്രവർത്തനം തന്നെയാണ് ഇന്ത്യ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഈ കൊല്ലാനും വെട്ടാനും ആഹ്വാനം ചെയ്യുന്നവർ മനസ്സിലാക്കുക. നിങ്ങൾ ഏത് മാളത്തിലിരുന്ന് വെല്ലുവിളിച്ചാലും ആക്രോശിച്ചാലും നിങ്ങളൊക്കെ പൊക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ആൾറെഡി ടാർഗറ്റഡാണ് നിങ്ങളിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം. കൂടുതൽ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ കണ്ടെത്താൻ നിങ്ങളെങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. എവിടെയൊക്കെ നിങ്ങൾ പോകുന്നു, ആരൊക്കെയായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, അതും കൂടി അറിയണം. അത് നിങ്ങളായിട്ട് അറിയിച്ചു തന്ന് അവസാനം നിങ്ങളെ ചാക്കിൽ കെട്ടി തൂക്കിയിരിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയുള്ള കുഴികളാണ് എന്നോർക്കുക. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ വിമാനങ്ങൾ വന്നിറങ്ങി 183 പേരെ പിടിച്ചുകൊണ്ടുപോയി തിഹാർ ജയിലിൽ ഇടാൻ ഈ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലെ പലരെയും പിടിച്ച് കൊണ്ടുപോകും. പക്ഷേ അത് ശരിയായ കുറ്റം ചെയ്യുന്നവരായിട്ട് വ്യക്തത വരുത്തിയിട്ടേ ചെയ്യുകയുള്ളൂ എന്നോർക്കുക. ഇപ്പോൾ ഗൾഫിലും മറ്റ് വിദേശ രാജ്യത്തിരുന്നും ഈ രാജ്യത്തിന് തുരങ്കം വെച്ചവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ നേരെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ, അതും ഈ പ്രധാനമന്ത്രിയെ മാത്രം, ഇതുവരെ ഉണ്ടായ ഈ നാട് മുഴിപ്പിച്ച ഒരു പ്രധാനമന്ത്രിമാർക്കും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഈ നാട് നന്നാക്കാൻ നോക്കിയ ഒരു പ്രധാനമന്ത്രി നിങ്ങൾക്ക് വലിയ വിഷമമായി മാറുകയാണോ? അതാണല്ലോ നിങ്ങൾ കൊലവിളിയും കൊലയ്ക്കും ആഹ്വാനം ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ അധികകാലം ആഹ്വാനം ചെയ്ത് ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇനിയും പല രാജ്യങ്ങളിലും പോകും. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യ എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രകൾ ചെയ്യുന്നത്. ഇന്ന് 80 രാജ്യങ്ങളായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യാത്ര ചെയ്തു കഴിഞ്ഞു. വിവിധ കാര്യങ്ങൾക്കായിട്ട്, വിവിധ ബിസിനസ് സംരംഭങ്ങൾക്കായിട്ട്. അതൊക്കെ തന്നെ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്, എല്ലാമുണ്ട്. നിങ്ങൾ വളരെ അസ്വസ്ഥരാണ്. അസ്വസ്ഥതയാണ് നിങ്ങളുടെ ഈ കൊല്ലാനുള്ള ആഹ്വാനങ്ങളും ഒക്കെ മനസ്സിലാക്കാം. എന്തായാലും ഈ മലപ്പുറത്ത് ഇരിക്കുന്ന ഈ മലയാളി അടുത്തു തന്നെ പൊങ്ങി ഈ രംഗത്ത് വരുമെന്നതിന് യാതൊരു സംശയവും വേണ്ട.